കണ്ടോ ഗായ്സ്, എൻ്റെ താമരൻ്റെ വിത്ത് ഇത്രയും പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിന് ഇളക്കി മാറ്റി നടാൻ. താമരത്തിൻ്റെ കുഴിഞ്ഞ ഭാഗം നന്നായിട്ട് ഉറച്ച് വേണം ഗൈസ് വെള്ളത്തിനകത്ത് ഇടാൻ. ഇതിപ്പോൾ 3 ദിവസം കൊണ്ട് പൊട്ടി മുളച്ചതാണ്. ഇതിപ്പോൾ നടാനാണ് പോകുന്നത്. കാണിച്ചാൽ എങ്ങനെയാണെന്ന് ഗൈസ്. അപ്പോൾ എടുക്കാൻ പോകുന്ന മണ്ണെന്ന് പറഞ്ഞാൽ അത് കണ്ട് ആമ്പൽ നിൽക്കുന്ന അതിൽ നിന്നുള്ള ചെളികളാണ് വാരിയിടാൻ പോകുന്നത്. ഇനി ഞാനിതൊക്കെ ആ ചെളിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം പോവും. അപ്പോൾ ഈ ഒരു ചെളിയാണ് ഗൈസ് വാരിയെടുക്കാൻ പോകുന്നത്. അമ്മേ, കുറച്ച് പാടുണ്ട് ഗൈസ് ഇത്രയും ചെളി കൊണ്ട് നടക്കാനായിട്ട്. ഞാൻ ആ മാവിൻ്റെ ചുവട്ടിലാണ് എൻ്റെ താമര വിത്ത് വയ്ക്കാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സൂര്യൻ നേരെ വന്ന് അടിക്കുന്നത് ഇതിലേക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതാണല്ലോ, താമര സൂര്യൻ തമ്മിലുള്ള എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ആ ഭാഗത്താണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ബക്കറ്റ് ഇതാണ് കേട്ടോ. ഇതിൽ പച്ചപ്പൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ട്. കാരണം പച്ചപ്പ് ഇരിക്കുമ്പോഴേ തന്നെ അതിൻ്റെ ഒരു ഭംഗി കാണും ഗൈസ്. കണ്ടോ, ഇതിലിപ്പം ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുക, പതിയെ വെള്ളം ഇങ്ങനെ നിറച്ചൊഴിക്കുക. ഇനി അത് അവിടെ കിടന്ന് പൊടിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന് ഏത് കളറാണെന്ന് അറിയത്തില്ല. പൊടിച്ച് വന്നാൽ മാത്രമേ എനിക്കത് മനസ്സിലാവുള്ളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ.